2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഗുരുതര പിഴവുകൾ എന്ന ആക്ഷേപം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഗുരുതര പിഴവുകൾ എന്ന് ആക്ഷേപം. പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ 34ഓളം വോട്ടർമാരെ കണ്ടെത്തിയതായും പരാതിയുണ്ട്. നഗരത്തിൽ കരാർ പണികൾക്കായി എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വ്യാപകമായി തിരികെ കയറ്റുന്നതാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. മുണ്ടമ്പേലി, മാനാശ്ശേരി, ഐലൻഡ് തുടങ്ങിയ ഡിവിഷനുകളിൽ ഇത്തരത്തിൽ വ്യാപകമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. തോപ്പുംപടി മണ്ഡലത്തിലെ 67, 68, 69, 70 ഡിവിഷനിൽ 68ാമത്തെ ഡിവിഷനിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പരാതിയുള്ളത്. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ KPCCയുടെ നിർദ്ദേശമനുസരിച്ച്, അതുപോലെ നേതാക്കന്മാർ ശക്തമായിട്ട് ഞങ്ങളോട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ വളരെ ശക്തമായിട്ട് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തുടക്കത്തിലേ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഈ വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ആളുടെ വീടിൽ 2 വോട്ട് മാത്രമുള്ളടുത്ത് 34 വോട്ടാണ് മൊത്തം അതിൽ കയറിയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, ആര് കയറ്റിയെന്നും അറിയില്ല, പാർട്ടിയാണ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയോ കയറ്റിയെങ്കിലും ആ വോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ തുടക്കത്തിലെ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവിടുത്തെ സ്ഥിതി വളരെ മോശമാണെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ടൊരു കാര്യം ചെയ്യാനുള്ളത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമാണിത് സംഭവം. അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ആരെയും കുറ്റമാണെന്ന് പറയാൻ നോക്കില്ല. ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ പ്രവർത്തകരുടെ ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കും ഉള്ളതാണ്. ആരാ കയറ്റിയത് എന്താണെന്ന് നമുക്ക് പരാതിയൊന്നും പറയാൻ പറ്റില്ല. മുണ്ടമ്പേലി ഈസ്റ്റിലെ ഒരു വീട്ടു നമ്പറിൽ 34 താമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 505 ചതുരശ്ര അടി വലിപ്പമുള്ള വീട്ടിലാണ് 34 വോട്ടർമാരുള്ളത്. ഇതിൽ 3 പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടു നമ്പറിലുള്ളത്. അന്വേഷണത്തിൽ ഈ വീട് അടഞ്ഞുകിടക്കുകയാണ്. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഉൾപ്പെടെ മാസങ്ങളായി വിദേശത്താണ്. ബാക്കി 31 പേർ ആരാണെന്ന് നാട്ടുകാർക്ക് വലിയ പിടിയില്ല. ഇവർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണെന്നാണ് പേരുകളിൽ നിന്നുള്ള സൂചനയെന്നും പറയുന്നു. അതിൻ്റെ അടുത്തുള്ള വീടുകളായ 54, 55, 56 എന്നീ വീടുകൾ അന്വേഷിച്ചപ്പോൾ 53 വീട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഏത് ഒരു പഴയ കെട്ടിടമാണെന്നാണ് കോർപ്പറേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അത് 400 സ്ക്വയർ ഫീറ്റുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടം പഴയ കെട്ടിടം പൊളിച്ചു കളഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരു 3 കൊല്ലത്തിന് മുമ്പ് അവിടെ ടാക്സ് അടച്ചായിട്ട് അറിയാൻ സാധിച്ചു. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പല നോർത്ത് ഇന്ത്യൻ ആളുകളുടെ പേരുകളാണ് വന്നിരിക്കുന്നത്. എങ്ങനെ വന്ന് എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ആളുകൾ ഈ ആൾക്കാരെ അറിയാനും പാടില്ല. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. നിസ്സാര ഒരു കാര്യമായിട്ട് എടുക്കരുത്. കാരണം കേരളത്തിലെ ജനാധിപത്യത്തെ മൊത്തം അട്ടിമറിക്കും. ഇവരെ ബോധപൂർവം ഈ വീട്ടു നമ്പറിൽ തിരികെ കയറ്റിയതാണോ അതോ അബദ്ധത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. വിവിധ നിർമ്മാണ ജോലികൾക്ക് കരാറെടുത്ത കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ ആരോപിച്ചു. ഇപ്പോഴും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.